ഒരൊറ്റ പ്ലാനിങ്ങും ഇല്ലാണ്ട് അമേരിക്കയുടെ തൊട്ടടുത്ത രാജ്യമായ മെക്സിക്കോയിലേക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ പറ്റുമോ സക്കീർ ബായിക്ക്? അതും ഒരു ചെറിയ കുഞ്ഞാവയൊക്കെ ആയിട്ട്. ബട്ട് വി ക്യാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മെക്സിക്കോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശനിയാണെങ്കിലോ നമ്മുടെ ഇവിടെയുള്ള മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് പ്രോഗ്രാം. അങ്ങനെ പെട്ടെന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം തീരുമാനിച്ച ഈ ട്രിപ്പ് ശനിയാഴ്ച നമ്മുടെ അസോസിയേഷൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഞായറാഴ്ച രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ്ങും നമ്മുടെ മുമ്പിൽ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഷോപ്പിങ്ങിൻ്റെ ടെൻഷനും ഒന്നും തന്നെ ഇത്തവണത്തെ ട്രിപ്പിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ തണുപ്പായതുകൊണ്ട് പെട്ടിയിൽ കയറ്റിയിട്ടുള്ള സമ്മർ ഡ്രസ്സൊക്കെ പൊടി തട്ടിയെടുത്തിട്ട് വേറൊരു പെട്ടിയിലാക്കി നമ്മൾ ഞായറാഴ്ച പുലർച്ചെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. മെക്സിക്കോയിലെ കൺകൂണിലെ മൂൺ പാലസ് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ ആ പ്ലേസും ഒരു പാലസ് തന്നെയായിരുന്നു. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒരു 1-2 മാസം മുമ്പ് ഈ സെയിം സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ കയ്യിൽ നിന്നാണ് ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ അവരുടെ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോൾ നമ്മൾ ഈ റിസോർട്ട് തന്നെ ബുക്ക് ചെയ്യായിരുന്നു. നമ്മൾ പോയ ടൈം ഡിസംബറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റിസോർട്ടിൽ ഒരു ക്രിസ്മസ് വില്ലേജ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് തീമിലുള്ള കുറേ ഡെക്കറേഷൻസും ലൈറ്റ്സും മ്യൂസിക്കും ഒക്കെ ആയിട്ട് കുട്ടികൾ വളരെ ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെയാണ് പേരൻസും. കാരണം കുറേ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ അവർ ക്രിയേറ്റ് ചെയ്ത ആ ക്രിസ്മസ് വില്ലേജിനകത്ത് കൂടെയുള്ള ഒരു ട്രെയിൻ റൈഡായിരുന്നു മറ്റൊരു ഹൈലൈറ്റ്. ഈ ക്രിസ്മസ് വില്ലേജിനകത്ത് തന്നെ കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് ഒരു ഫുഡ് സ്റ്റേഷൻ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എല്ലാം കറങ്ങിക്കഴിഞ്ഞ് വന്ന് ടയേർഡ് ആവുകയാണെങ്കിൽ ഇവിടുന്ന് ഫുഡും ഡ്രിങ്കും ഒക്കെ എടുത്തിട്ട് നമുക്ക് ആ ചെയറിലൊക്കെ പോയിരുന്നിട്ട് കഴിക്കാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റേ ചെയ്ത ഈ മൂൺ പാലസ് റിസോർട്ടിൻ്റെ അണ്ടറിൽ 3 റിസോർട്ടാണ് മെയിനായിട്ട് വരുന്നത്. 1 സൺറൈസ്, 2 നിസോക്ക്, 3 ദ ഗ്രാൻഡ്. നമ്മളൊരു ഇൻക്ലൂസീവ് പാക്കേജ് ആയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ്റെ കൂടെ ഫുഡ് ആൻഡ് ബിവറേജസ് ഒക്കെ ഫ്രീ ആയിരുന്നു. നമുക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ പോയിട്ടും ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. എല്ലാ പ്ലേ ഏരിയയിലേക്കും നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ 3 സൺറൈസ് എന്ന റിസോർട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. സൺറൈസിൽ താമസിക്കുന്നവർക്ക് നിസൂക്കിലേക്കും നിസൂക്കിൽ താമസിക്കുന്നവർക്ക് സൺറൈസിലേക്കും ആക്സസ് ഉണ്ടാവും. അതായത് ഫുഡ് കഴിക്കാൻ പോകാനും അതേപോലെ തന്നെ ഏതെങ്കിലും പ്ലേ ഏരിയാസിലേക്ക് പോകാനും പൂള് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. എന്നാൽ ദ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള റിസോർട്ട് തൊട്ട് അപ്പുറത്ത് തന്നെയുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ നമ്മൾ പോയ ആ സമയത്ത് അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഫ്രീ ഡേ പാസ് കിട്ടി. അങ്ങനെ നമ്മൾ ആ ഫ്രീ പാസ് കൊണ്ട് പോയിട്ട് അവരുടെ പ്രസൻറ്റേഷൻ കേട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നു. വലിയൊരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ കുറേ നടക്കാനുണ്ട്. ലോബിക്ക് പോവുകയാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ പോവുകയാണെങ്കിലും കിഡ്സിൻ്റെ പ്ലേ ഏരിയയ്ക്ക് പോകാനാണെങ്കിലും ഒക്കെ കുറേ നടക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ഗോൾഫ് കാർട്ട് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വയറ് നിറച്ച് ഇടയ്ക്കിടയ്ക്ക് നല്ല ഫുഡടി ആയതുകൊണ്ട് നമ്മൾ കൂടുതലും നടക്കുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിലും ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ നടന്നത്. അക്കോമഡേഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്ലീനും സ്പേഷ്യസും ആയിട്ടുള്ള അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിട്ടുള്ള ഫാമിലിക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടായിരുന്നു. ഫാമിലിക്ക് മാത്രമല്ല, ഇപ്പോൾ കപ്പിൾസും ആണെങ്കിലും ഫ്രണ്ട്സായിട്ട് സ്റ്റേക്കേഷന് പോകണമെങ്കിലൊക്കെ പറ്റിയ ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാതരം ക്യുസിനും അവിടെ അവൈലബിൾ ആയിരുന്നു. മെക്സിക്കൻ, ഇറ്റാലിയൻ, ഏഷ്യൻ തുടങ്ങി ഒരു ഇൻ്റർനാഷണൽ ക്യുസിൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതും കൂടാതെ ഡെസേർട്ട് ലവേഴ്സിന് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡെസേർട്ടുകൾ നമുക്ക് അന്ന് ട്രൈ ചെയ്യാനായിട്ട് പറ്റി. ഇൻക്ലൂസീവ് പാക്കേജ് ആയതുകൊണ്ട് തന്നെ അക്കോമഡേഷനും ഫുഡും ബിവറേജൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ. അതും അൺലിമിറ്റഡും കൂടിയാണ്. നമുക്ക് ഏത് റിസോർട്ടിൽ വേണമെങ്കിലും, അതായത് നിസൂക്കിലെയും സൺറൈസിലും ഏത് റെസ്റ്റോറൻറ്റ്സിൽ വേണമെങ്കിലും, ഏത് കിഡ്സിൻ്റെയോ വലിയവരുടെയോ പ്ലേ ഏരിയയ്ക്ക് വേണമെങ്കിലും, അതല്ലെങ്കിൽ ഏത് പൂളിലേക്ക് വേണമെങ്കിലും നമുക്ക് പോകാനായിട്ട് പറ്റും. ഈ 2 റിസോർട്ടിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ആക്സസ് ഉണ്ടാവും. ഗ്രാൻഡ് എന്ന് പറയുന്ന ലക്ഷറിയസ് ആയിട്ടുള്ള റിസോർട്ടിലേക്ക് മാത്രമാണ് നമുക്ക് ആക്സസ് ഇല്ലാത്തത്. അതായത് ഈ ഡേ പാസ് ഇല്ലെങ്കിൽ. ഇപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ദ ഗ്രാൻഡിലെ ആ റിസോർട്ടിലേക്കാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രസൻറ്റേഷനായിട്ട് ഒരാളിനെ അവർ അലോട്ട് ചെയ്ത് തരും. നമുക്ക് അലോട്ട് ചെയ്ത ഒരു പുള്ളിക്കാരനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എല്ലാവരും കൂടെ ഇരുന്നിട്ട്. അതിന് ശേഷമായിരിക്കും അവർ ആ പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. സർക്കസ് തീമിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു അവർ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഉള്ള സംസാരത്തിൽ നിന്ന് തന്നെ ആ പുള്ളിക്കാരന് മനസ്സിലായി നമ്മൾ എന്തായാലും മെമ്പർഷിപ്പ് എടുക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷെ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നു.
നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുമ്പോഴുള്ള ഒരു കിടിലൻ്റെ ആംബിയൻസ് ആയിരുന്നു ഇവിടെ. അതായത് നമ്മൾ പൂളിലേക്കും ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല കണ്ണിന് കുളിർമയാവുന്ന കാഴ്ചകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പൂൾ ഏരിയ കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാവും, അത് ഉറപ്പാണ്. നമ്മൾ വലിയവർക്കാണെങ്കിൽ ഒരു ഫുൾ റിലാക്സേഷൻ മോഡ് ഓൺ ആവുകയും ചെയ്യും. ഈ ട്രിപ്പ് നമ്മൾ തീരെ പ്ലാൻ ചെയ്യാതെ വന്നതാണെങ്കിലും കുറേയധികം ഓർമ്മകളൊക്കെയുള്ള മറക്കാനാവാത്ത ഒരു വെക്കേഷനായിട്ട് ഇത് മാറി. ഫാമിലി ടൈമും ഫുഡും ബീച്ചും ക്രിസ്മസ് വൈബും എല്ലാം കൂടെ ചേർന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ട്രിപ്പ്. ഈ പൂളിൻ്റെയും ബീച്ചിൻ്റെയും ഒക്കെ സൈഡിൽ തന്നെ അതിന് പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ കൗണ്ടേഴ്സും അവരവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് കുടിക്കുകയാണെങ്കിൽ കുടിക്കാം, അതല്ലെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം, അതല്ലെങ്കിൽ പൂളിൻ്റെ അകത്തേക്ക്, അതായത് നമ്മൾ പൂളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അവരോട് പറഞ്ഞാൽ നമുക്ക് പൂളിലേക്കും അവർ എത്തിക്കും ഫുഡൊക്കെ. സ്വിമ്മിങ്ങും ചില്ലിങ്ങും റിലാക്സേഷനും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് സമയം പെട്ടെന്ന് പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.